രാധേ രാധേ, ഗുഡ് മോർണിംഗ്. പാല് ഒരു പവിത്ര ആഹാരമാണോ? ഇന്ത്യയിൽ പാലൊരു പവിത്ര ആഹാരമായിട്ടാണ് കരുതുന്നത്. ഋഷിമാരും പാലിനെ ഒരു പവിത്ര ആഹാരമായിട്ടാണ് കരുതുന്നത്. അത് വളരെ ശുദ്ധവും അത് വളരെ നിർമ്മലവുമാണെന്ന് ഇന്ത്യക്കാർ വിശ്വസിക്കുന്നു, ഇന്ത്യയിലെ ഋഷിമാരും വിശ്വസിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികളിൽ ക്വേക്കർ എന്ന് പറഞ്ഞ ഒരു സമുദായക്കാരുണ്ട്. അവര് പാലിനെ തൊടുക പോലും ചെയ്യില്ല. അവര് പറയുന്നത് മനുഷ്യ ശരീരത്തിനുള്ളിൽ എങ്ങനെയാണോ രക്തം ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് പശുവിൻ്റെ ശരീരത്തിൽ പാലുണ്ടാകുന്നത്. നമ്മൾ രക്തം കുടിക്കാറില്ലല്ലോ, അതുകൊണ്ട് പാല് കുടിക്കാൻ പാടില്ല എന്ന് മാത്രവുമല്ല, ക്വേക്കർ എന്ന സമുദായക്കാർ പാല് കുടിക്കുന്നവരെ മഹാപാപികളായിട്ടാണ് കരുതുന്നത്. ഇനി ഡോക്ടർമാരാകട്ടെ പാലത്ര പവിത്ര ആഹാരമല്ലെന്നും അത് ഗ്യാസ് ഉണ്ടാക്കുമെന്നും ദഹനക്കേട് ഉണ്ടാക്കുമെന്നും ചിലരൊരു പടി കൂടി കടന്ന് ക്യാൻസർ വരെ ഉണ്ടാകുന്നതിന് പാല് കാരണമായി തീരുമെന്നും പറയാറുണ്ട്. എന്നാൽ തമിഴ് ബ്രാഹ്മിൻസ് പറയുന്നത് പശുക്കുട്ടി കുടിച്ചതിന് ശേഷം ബാക്കി വരുന്ന പാല് പവിത്രമാണ്, അത് നിങ്ങൾക്ക് കുടിക്കാം. കുട്ടിയെ വിട്ട് ചുരത്തിയിട്ട് പാല് ചുരന്നു വരുമ്പോൾ കുട്ടിയെ ബലമായി പിടിച്ചു മാറ്റി കറന്നെടുക്കുന്ന പാല് വിഷത്തിന് തുല്യമാണ്. അതിൽ പശു മാതാവിൻ്റെ ശാപമുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ പ്രസവിച്ച ഒരു സ്ത്രീ അതിൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നു. ആ കുഞ്ഞിങ്ങനെ ഊറി വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പാലിങ്ങനെ ചുരത്തി വരുന്നു. അപ്പം നിങ്ങളുടെ കുഞ്ഞിനെ പിടിച്ചു മാറ്റിയിട്ട് വേറൊരു കുഞ്ഞിനെ അവിടെ കൊണ്ടുവച്ചാൽ സ്വാഭാവികമായും നിങ്ങൾക്ക് എന്ത് വികാരം ഉണ്ടാകും? അത് തന്നെയാണ് പശുവിനും ഉണ്ടാകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശുദ്ധമായ പാല് കുടിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരാടിനെയെങ്കിലും നിങ്ങൾ വളർത്തുക. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.